ഷെയ്ഖുൽ ജാമിയക്കും ഹൃദ്യമായ നന്ദി. ഫാളിൽ ഫുല്ലല സയ്യിദുൽ സാദ സുൽത്താനുൽ ഖാദ റബീഉൽ ഖൗമി മിഷ്കാത്തുൽ ഉമ്മ ബദ്റുൽ ഹിന്ദ് الرائد الديني والسياسي للهنود المسلمين رئيس الجامعة النورية العربية السيد حيدر الشهاب يلقي خطبته الرئيسية فليتفضل مشكورا. സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന ഹിന്ദുവിനും നെഞ്ചിൽ കുരിശ് വരയ്ക്കുന്ന ക്രിസ്ത്യാനിക്കും 5 നേരം നമസ്കരിക്കുന്ന മുസൽമാനും ഒരുപോലെ സ്വീകാര്യനായ മതസൗഹാർദ്ദത്തിന്റെ മഹാനായ കാവൽക്കാരൻ, കേരള ജനതയുടെ സൗഭാഗ്യ താരകമായി കരുണാമയനായ അല്ലാഹു ഭൂമിയിൽ ഉദിപ്പിച്ച സൂര്യ നക്ഷത്രം, ഹിമാലയ പ്രശ്നങ്ങൾക്ക് ശുദ്ധമായ ആത്മീയത പുരട്ടിയ ചെറുപുഞ്ചിരി കൊണ്ട് പരിഹാരമേകുന്ന ഒരാൾക്കും സ്വാധീനിക്കാനാവാത്ത ജനകീയ കോടതി, കടലുണ്ടിപ്പുഴയിൽ മുത്തമിട്ട് പരന്നൊഴുകുന്ന ഇളങ്കാറ്റുപോലും വാഴ്ത്തിപ്പാടുന്ന സൽഗുണ സമ്പന്നമായ കുടപ്പനക്കൽ തറവാട്ടിലെ സൗമ്യശീലനായ കാരണവർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷർ, ജാമിയ നൂറിയ അറബിയയുടെ ദക്ഷിണാശാലിയായ പ്രസിഡന്റ്, ബഹുമാനരായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ, PMS പൂക്കോയത്തങ്ങൾ നഗരിൽ രൂപപ്പെട്ട പാൽക്കടലിലെ വാക്കുകൾ കൊണ്ട് തഴുകിത്തലോടുന്നു. അധ്യക്ഷ ഭാഷണത്തിനായി ബഹുമാനപ്പെട്ടവരെ സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സമാധാന്യരായ ഇവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഉസ്താദ് AP മുഹമ്മദ് മുസ്ലിയാർ അവർ, സ്വാഗതഭാഷണം നിർവഹിച്ച സാദിഖ് അലി ശിഹാബ്, നമ്മുടെ മുഖ്യ അതിഥി ഉദ്ഘാടകർ ഡോക്ടർ സയ്യിദ് അബ്ദുള്ള ഹാരിബ് ദുബായ്, ഹോളി ഖുർആൻ അവാർഡ് വൈസ് ചെയർമാൻ, വിശിഷ്ട അതിഥികൾ മുഹമ്മദ് ഇൽഹാം റഹ്മത്തുള്ളാഹി സ്വാലിഹ് ഇന്തോനേഷ്യ, നമ്മുടെ ബഹുമാന്യരായ സുഹൃത്ത് ഷാബാൻ തുർക്കി അവർ, അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു സുഹൃത്ത് അബ്ദുള്ള തുർക്കി അവർ, മസ്കത്തിലെ സുന്നി സെന്റർ സാരഥി ഇസ്മായിൽ കുഞ്ഞു ഹാജി, ബഹുമാന്യരായ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, ഷെയ്ഖുൽ ജാമിയ, സമാദരണീയരായ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, MT അബ്ദുൽ മുസ്ലിയാർ, കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ, CKM സാദിഖ് മുസ്ലിയാർ, അബ്ദുൽ ഹമീദ് ഫൈസി, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, P അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഇവിടെ ഇന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകേണ്ടത് സമസ്തയുടെ പ്രഗത്ഭരായ സാരഥി അനക്കര പോയക്കുട്ടി മുസ്ലിയാരായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞതുപോലെ തന്നെ അല്പം അസുഖത്തിലാണ്. അതേപോലെ തന്നെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി നമ്മുടെ ബഹുവന്യരായ ചെറുശ്ശേരി സൈനുലമ സൈനുദ്ദീൻ മുസ്ലിയാർ, അദ്ദേഹവും ആശുപത്രിയിലാണ് എന്ന് കുറച്ച് ദിവസങ്ങളോളമായി നാം അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പാപ്പിനിശ്ശേരി PKP ഉസ്താദ്, അതുപോലെ നമ്മുടെ
മറ്റ് പല ഉലമാക്കളും ഉമറാക്കളും എല്ലാം തന്നെ രോഗികളാണ്. അല്ലാഹു അവിടെ എല്ലാം ലോകത്തെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ജാമിയ നൂരിയ ഇതിനെ ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ആഗോള തലത്തിൽ ഈ സ്ഥാപനം ഇന്ന് പ്രസിദ്ധപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ക്യാമ്പസ് പോലും ഇന്ന് ഇവിടുത്തെ ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അത്രയും ഒരു വലിയ ജനസമൂഹം ഇന്നിവിടെ ഒരു വലിയ പ്രചാരണമൊന്നും കൂടാതെ തന്നെ പതിവ് പോലെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഈ വാർഷികത്തിന് ധാരാളം പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം അല്ലാഹു നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. അത് നിലനിർത്തി തരുമാറാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ഇതിന്റെ സന്തതികൾക്കും ഒന്നിച്ചുകൊണ്ട് കൂട്ടായിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഈ മഹത്തായ സ്ഥാപനം എത്രയോ പ്രഭാഷകന്മാരെയും അതുപോലെ തന്നെ എഴുത്തുകാരെയും ചരിത്രകാരന്മാരും എല്ലാം തന്നെ സംഭാവന ചെയ്ത ഒരു വലിയ ചരിത്രമുള്ള വിജ്ഞാനത്തിന്റെ ഒരു ഗോപുരം കൂടിയാണ് ഈ സ്ഥാപനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ വരുമ്പോൾ ഒരുപക്ഷെ അവരുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ വന്ന് എഴുതുവാനും ഇവിടുത്തെ കയ്യത്ത് മാസികയും അതേപോലെ തന്നെ അൽമനീർ പോലെയുള്ള ആ മാസികകളെല്ലാം തന്നെ അവരുടെ പേനാത്തുമ്പിൽ നിന്ന് നിർഗളിക്കുന്ന വശത്തുകൾ അങ്ങോട്ടെത്തിക്കൊണ്ട് അതേപോലെ തന്നെ എവിടെയെങ്കിലും ആരുടെ മുമ്പിലും നിന്നുകൊണ്ട് അല്പം സംസാരിക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ കാലും കൈയുമെല്ലാം തന്നെ വിറച്ച് ഒന്നും പറയാത്ത അവസ്ഥയിൽ നിന്ന് ആരുടെ മുമ്പിലും നിവർന്നു നിന്നുകൊണ്ട് എല്ലാ ആശയങ്ങളും അവതരിപ്പിക്കുവാനുള്ള ഒരു കഴിവും ഇവിടുത്തെ സന്തതികൾക്ക് നേടിക്കൊടുത്തത് ഈ സ്ഥാപനവും ഇതിന്റെ ഉസ്താദുമാരും ഇവിടുത്തെ ഹുതുബഖാനയും അതേപോലെ തന്നെ മറ്റ് പരിശീലനങ്ങളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നിവിടെ ഈ സമൂഹത്തെ സമുദ്ധരിക്കുവാൻ വേണ്ടി പുറത്തിറങ്ങുന്ന കറുത്ത കൂട്ടുകളുട്ട ഒരു പറ്റം യുവ പണ്ഡിതന്മാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് പുറത്തു പോയിക്കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ നന്മ പ്രചരിപ്പിക്കുവാൻ സമൂഹത്തെ നന്മയിലേക്കും അതേപോലെ തന്നെ സന്മാർഗത്തിലേക്കും ഈ കാലഘട്ടത്തിൽ അവർ നയിക്കുവാനുള്ള എല്ലാ കേൾപ്പും അവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദം നബി അലൈഹിസ്സലാമിന് എല്ലാ വിധത്തിലുള്ള ഇൽമുകളെയും നാം പഠിപ്പിച്ചു കൊടുത്തു എന്ന വാക്യം മനുഷ്യൻ അറിവ് സമ്പാദിക്കേണ്ടവനാണ്. അറിവ് സമ്പാദിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഉപകരണങ്ങളും മനുഷ്യന് അല്ലാഹു നൽകിക്കൊണ്ട് അവൻ ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. അഥവാ വിശേഷബുദ്ധി. ആ വിശേഷബുദ്ധിയിലൂടെ അവന് എത്ര വേണമെങ്കിലും പഠിക്കുവാൻ സാധിക്കും. അവൻ
അറിവ് സമ്പാദിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ബുദ്ധി തുരുമ്പ് പിടിക്കും. അതിനെ വികസിപ്പിക്കുന്നത്, അതിനെ മൂർച്ച കൂട്ടുന്നത് അറിവിലൂടെയാണ് എന്ന ആ അറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായാൽ നമുക്കിവിടെ ഒരിക്കലും തന്നെ അലസത നമ്മെ പിടിപ്പെടുകയില്ല. അലസതയിൽ നിന്ന് മനുഷ്യനെ പിറകോട്ട് കൊണ്ടുവരുന്നതും അത് അറിവാണ്. അതേപോലെ തന്നെ എല്ലാവിധ നികൃഷ്ടമായ പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാം തന്നെ മനുഷ്യനെ നന്നാക്കിയെടുക്കുന്നത് അറിവും ബുദ്ധിയുമാണ്. മനുഷ്യൻ സംസ്കാര സമ്പന്നനാക്കി തീർക്കും, മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കും. മനുഷ്യൻ സ്വന്തം അയൽവാസിയോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത്, മറ്റ് പാവപ്പെട്ടവരോട്, മറ്റ് അയൽ രാജ്യങ്ങളോട്, മറ്റ് രാഷ്ട്രങ്ങളിലുള്ള നമ്മുടെ സഹോദരന്മാരോട് അവർക്കെന്തെങ്കിലും ദുരിതങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നാം അവരോടൊപ്പം ദുഃഖിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് പഠിപ്പിക്കുന്നത് അറിവുകളാണ്. ഒരു പ്രയാസം അനുഭവിക്കുന്ന അവൻ ഒരുപക്ഷെ ആ വെള്ളത്തിൽ മുങ്ങി പോകുമ്പോൾ അവൻ രക്ഷിക്കുവാനുള്ള മനസ്സ് അവന് ഉണ്ടാക്കി തീർക്കുന്നതും ബുദ്ധിയും അറിവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ അറിവുകൊണ്ട് ലോകത്ത് സമാധാനവും എന്തും ഇവിടെ നേടിക്കൊടുക്കുവാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറഞ്ഞ പോലെയുള്ള വലിയ ഒരു സമ്പത്താണ് അറിവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം കാര്യങ്ങൾ ഇവിടെ വരുമ്പോഴും ഇവിടെ കൂടുമ്പോഴും നമുക്ക് പഠിക്കുവാനും പകർത്തുവാനുമായി ധാരാളമുണ്ട് എന്ന കാര്യം ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പൂർവ്വസൂരികളായ സ്ഥാപക നേതാക്കളുടെ പ്രാർത്ഥനകൾക്കും സ്വപ്നങ്ങൾക്കും അനുസൃതമായി ജാമിയ നൂരിയ അറബിയ അതിന്റെ പ്രവർത്തന മേഖലകൾ വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ എന്തെല്ലാമാണ് പഠിപ്പിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിൽ സ്ഥാപിച്ച പ്രഥമ പാഠശാലയായ അസ്ഹാബ് സുഫ അവരുടെ സരണിയിൽ സ്ഥാപിതമായതാണ് കേരളത്തിലും മറ്റും വളരെ പ്രചാരം നേടിയ പള്ളി ദർസുകൾ. ലോക പ്രശസ്തമായ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയും ബഗ്ദാദിലെ ജാമിയ നിസാമിയയും അടക്കമുള്ള ഇസ്ലാമിക ലോകത്തെ പ്രമുഖ മതപഠന കേന്ദ്രങ്ങളെല്ലാം ഈ വഴിയിലൂടെ നാഴികക്കല്ലുകളായിരുന്നു. മക്തൂമുകളുടെ കാലം മുതൽക്കാണ് കേരളത്തിൽ പള്ളി ദർസുകൾ കൂടുതൽ പ്രചാരം നേടിയത്. കേരളീയ മുസ്ലിങ്ങളുടെ നാനോന്മുഖ പുരോഗതിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച പള്ളി ദർസുകളെയും ശരീഅത്ത് കോളേജുകളെയും പരസ്പരം കോർത്തിണക്കി ജാമിയ നൂരിയ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വൈജ്ഞാനിക മുന്നേറ്റം ഏറെ ശ്രദ്ധേയവും സമാനതകളില്ലാത്തതുമാണ്. 53 വർഷം പിന്നിട്ട ജാമിയ നൂരിയ ഇതിനകം 6323 പണ്ഡിത പ്രതിഭകളെയാണ് സമൂഹത്തിന് സമർപ്പിച്ചത്. ജാമിയ സന്തതികളായ ഫൈസിമാരുടെ പ്രവർത്തന മേഖല മതപ്രബോധന രംഗത്ത് മാത്രം പരിമിതമല്ല. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സമാധാനവും ഉയർത്തിപ്പിടിക്കുന്നതിലും രാജ്യത്ത് മാനവ സൗഹാർദ്ദവും സാഹോദര്യവും പ്രചരിപ്പിക്കുന്നതിലും ഫൈസിമാരുടെ പങ്ക് അനിഷേധ്യമാണ്. രാജ്യം വളരെ ഭീഷണമായ സാഹചര്യത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രചാരണം ശക്തിപ്പെടുത്തുകയും വർഗീയ ധ്രുവീകരണത്തിനുള്ള
കുൽസിത ശ്രമങ്ങൾ പരാജയപ്പെടുത്തുകയും ചെയ്യേണ്ടതുമാണ്. കാരണം നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പോലും ശക്തമായ വർഗീയ ധ്രുവീകരണ സാധ്യതകൾ രാജ്യത്ത് നിലനിൽക്കുകയാണ്. അതിനാൽ രാജ്യത്ത് സൗഹൃദ അന്തരീക്ഷം എന്നും നിലനിർത്തണമെന്നും രാജ്യം എല്ലാ അർത്ഥത്തിലും പുരോഗതി നേടണമെന്നും ആഗ്രഹിക്കുന്ന നല്ലവരായ ആളുകൾ പ്രകോപനങ്ങളിൽ വഞ്ചിതരായി സംയമനം കൈവെടിയരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അന്തർദേശീയ രംഗത്തും വലിയ വെല്ലുവിളികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ച അഭയാർത്ഥി പ്രശ്നങ്ങളും ഭീകരാക്രമങ്ങളും മറ്റു അതിക്രമങ്ങളുമെല്ലാം ഏറെ വേദനാജനകമാണ്. ഈ കെടുതികളുടെ എല്ലാം ഫലമായി പട്ടിണിയും പരിവട്ടവുമായി കോടിക്കണക്കിന് മനുഷ്യർ ജീവിതം തള്ളി നീക്കുന്നു. ചികിത്സ ലഭിക്കാതെ ധാരാളം ആളുകൾ ജീവച്ഛമായി നരക തുല്യമായ ജീവിതം നയിക്കുകയോ മരിച്ചൊടുങ്ങുകയോ കൊണ്ടിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ മാത്രം കാര്യം നോക്കേണ്ടവരല്ല. കു അംഫുസക്കും വഹലിക്കും നാറ എന്നുള്ള വാക്യം മുറുകെ പിടിച്ചുകൊണ്ട് നാം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലായിക്കൊണ്ട് അവരുടെ സഹായിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. അതാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അയൽ രാജ്യങ്ങൾ പരസ്പരം സഹകരിച്ചും കൈകോർത്തും ഇത്തരം സുപ്രധാന വിഷയങ്ങളിൽ ശക്തമായ നടപടികൾ എടുക്കേണ്ടതുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും പുരോഗതിക്ക് ഇത്തരം സഹകരണങ്ങൾ വളരെ അനിവാര്യമാണ്, ആവശ്യമാണ്. ദേശീയ അന്തർദേശീയ തലങ്ങളിലും പ്രാദേശിക മേഖലകളിലും ഇത്തരം ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ ഫൈലിമാർ അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാരുടെ ചുമതലകൾ വളരെ വലുതാണ്. അനീതിക്കും അക്രമത്തിനുമെതിരെ നീതിയുടെ പക്ഷം ചേർന്ന് പീഡിതരെ സഹായിക്കുന്ന നിലപാടും പ്രവർത്തനവുമാണ് പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. ജാമിയ നൂരിയയുടെ സ്ഥാപകരും ജാമിയയുടെ വളർച്ചയിൽ നിസ്വാർത്ഥ സേവനങ്ങൾ അർപ്പിച്ച നമ്മുടെ നേതാക്കളും നമുക്കെന്നും പ്രചോദനമാവേണ്ടതുണ്ട്. സയ്യിദ് മർഹൂം അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, വന്യരായ എന്റെ PMS പൂക്കോയ തങ്ങൾ നവറല്ലാഹു മർക്കദും, വന്യ ഗുരുനാഥന്മാരായ ശംസുൽ ഉലമ കണ്ണീർ ഉസ്താദ്, കൂട്ടുമര ഉസ്താദ് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ, KV ബാപ്പു ഹാജി തുടങ്ങിയ ജാമിയ നൂരിയയ്ക്ക് നേതൃത്വം കൊടുക്കുകയും സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി വളരെയധികം ത്യാഗം യത്നിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ സൗദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തീരുമാറാകട്ടെ. സഹായിച്ചവരെ സഹായിക്കുമാറാകട്ടെ. നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മിൽ മരണപ്പെട്ടവർക്ക് മർഹമത്തും മാഫ്റത്തും നൽകുമാറാകട്ടെ. അവരോടൊപ്പം നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ.